താങ്കളുടെ നിശ്ചയദാർഢ്യവും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമാണ് ഇങ്ങനെ ഒരു വിധിയിലേക്ക് നയിച്ചത്. പല രാഷ്ട്രീയ കൊലപാതക കേസുകളിലും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടു നടപ്പായി കണ്ടുപോരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇന്നിപ്പോൾ കോടതി പറയുന്നു ഈ പ്രതികളോട് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കാണിച്ചാൽ അത് നമ്മുടെ നിയമ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയ്ക്ക് തന്നെ കോട്ടം തട്ടിക്കുന്നതാകുമെന്ന്. ആ നിലയ്ക്ക് കോടതി ഇപ്പോൾ ഇവരുടെ റെമിഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ തീരുമാനത്തിലൂടെ സാധ്യമാകാത്ത വണ്ണം 20 വർഷമെങ്കിലും കുറഞ്ഞത് തടവ് ശിക്ഷ അനുഭവിക്കണം എന്ന് വ്യക്തമാക്കുമ്പോൾ അത് തൃപ്തികരമായ ആശ്വാസകരമായ വിധിയായി കാണുന്നുണ്ടോ? അഭിലാഷ്, തീർച്ചയായിട്ടും. കാരണം അത് വളരെ ആശ്വാസകരമാണ്. കാരണം ഈ കേസ് വിചാരണ കോടതി ശിക്ഷ വിധിച്ച ആളുകളിൽ കൂടാതെ 2 പേരെ കൂടി പുതുതായി ആഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് അവർക്കുൾപ്പെടെയുള്ള തടവ് ശിക്ഷയാണ് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക്, അതിൽ 6ാം പ്രതി സിജിത്ത് ഒഴികെ ബാക്കി എല്ലാവർക്കും 120B കൂടി ആഡ് ചെയ്തുകൊണ്ട് ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ശിക്ഷയുടെ അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തത്തിൻ്റെ കാഠിന്യം കുറച്ചുകൂടി വർദ്ധിക്കുന്നതാണ് ഈ ശിക്ഷ. ഈ കണ്ടെത്തൽ, കോടതിയുടെ കണ്ടെത്തൽ, അതിൽ 2 പേർ ഇപ്പോൾ പുതുതായി കണ്ടെത്തിയതിൽ ഒന്ന് കോഴിക്കോട് ജില്ലയിലും ഒന്ന് കണ്ണൂർ ജില്ലയിലുമുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരാണ്. അവരെ കൂടിയാണ് പുതുതായിട്ട് ശിക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ KK കൃഷ്ണൻ, ഒഞ്ചിയം ഏരിയയിലെ മുൻ ബ്ലോക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന KK കൃഷ്ണൻ 78 വയസ്സായി, വളരെ അനാരോഗ്യമാണ്, പരസഹായമില്ലാതെ നിൽക്കാൻ പറ്റില്ല, ഭാര്യയും കുട്ടിയും ഒക്കെ ഒന്നിച്ചുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും എന്നൊക്കെ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. പക്ഷേ കോടതി അതൊന്നും കേട്ടില്ല. അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ള ജീവപര്യന്തം തടവാണ് ഇപ്പം വിധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ജ്യോതി ബാബുവിനെ മെഡിക്കൽ കോളേജിൽ വെച്ചോ മറ്റോ ആണ് വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ കോടതിയിൽ ഹാജരാക്കിയത്. അദ്ദേഹം വളരെ ആരോഗ്യ പ്രശ്നമുണ്ട്, വീട്ടിൽ ആളില്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയിരുന്നു. പക്ഷേ അതും കോടതി അംഗീകരിച്ചില്ല. കോടതി അവർക്കുള്ള ജീവപര്യന്തം തടവും അതോടൊപ്പം അത് ഇനി മുതൽ അങ്ങോട്ടേക്കാണ് ജീവപര്യന്തം. ഇതുവരെ അവരെ തടവ് ശിക്ഷ അനുഭവിച്ചില്ല. ഇനി മുതൽ അങ്ങോട്ടേക്ക് അതും ഉണ്ട്. അതോടൊപ്പം പിഴയും ഉൾപ്പെടെയുള്ള വലിയ നല്ല ശക്തമായ ശിക്ഷയാണ് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. മറ്റു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ്. 20 വർഷം വരെ ഒരു റെമിഷനും ഇല്ലാത്ത രൂപത്തിൽ ജയിലിൽ കിടക്കണം എന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായ താക്കീത് കൂടിയായിട്ടാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല അഭിലാഷ്, കോടതിയുടെ പരാമർശങ്ങൾ, വളരെ ശക്തമായ പരാമർശങ്ങളാണ് വാദം കേൾക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാരണം എതിരഭിപ്രായം പറയുന്നവരെ വെട്ടിക്കൊല്ലുകയാണോ എന്നതാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ശക്തമായ ഭാഷയിലാണ് കോടതി അതിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതൊക്കെ നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അവർ പരോളിൽ പോകുന്നു, പരോളിൽ പോയിട്ട് വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു, എന്നിട്ട് ജയിലിൽ തിരിച്ചു വരുന്നു, എന്നിട്ട് വീണ്ടും അവർക്ക് പരോളിൽ കൊടുക്കുന്നു. ഇതൊക്കെ എവിടെയാണ് നോക്കുന്നത്? ഇതൊക്കെ ഒന്നും നോക്കുന്നില്ലേ എന്നുള്ള തരത്തിലുള്ള അതിശക്തമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇതൊക്കെ വളരെ ശക്തമായൊരു താക്കീതായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇത് നിർത്തണമെന്നുള്ളതാണ്. എത്ര പറഞ്ഞാൽ നിർത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോഴും പലയിടത്തും ഇത്തരത്തിലുള്ള എതിരഭിപ്രായം പറയുന്നവരെ നോക്കി വെച്ച് അവർക്ക് നേരെയുള്ള പല പ്രവർത്തനങ്ങളും CPMൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കോടതിയിൽ ഒരുപക്ഷെ P. മോഹൻ ഈ കോടതി വിചാരണ കോടതി വെറുതെ വിട്ടു, ഇപ്പോൾ ഈ കോടതിയും വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം അത് തെളിവുകളുടെ അഭാവത്തിലാണ്, സാങ്കേതികമായ കാരണങ്ങളാണ്. എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടായില്ല? സാക്ഷിമൊഴികൾ വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് എന്തുകൊണ്ടാണ്? ഈ സാക്ഷികൾക്ക് പോലും കോടതിയിൽ വന്ന് കൃത്യമായി അവരെ കണ്ടതും കേട്ടതും ഒന്നും പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. വലിയ തോതിലുള്ള ഭീഷണി, സമ്മർദ്ദങ്ങൾ, 52 സാക്ഷികൾ കൂറുമാറിയൊരു കേസാണ് TPയുടെ കേസ്. പക്ഷേ അവിടെയൊക്കെ ഭരണ സംവിധാനത്തിൻ്റെ എല്ലാവിധ സ്വാധീനങ്ങളും, പണത്തിൻ്റെ വലിയ തോതിലുള്ള കുത്തൊഴുക്കുകൾ, ഇപ്പോഴും ഈ പ്രതികളെയൊക്കെ കണ്ടെത്തിയും CPM നേതാക്കന്മാരാണ് പൂർണ്ണമായിട്ടും കോടതിയിൽ വരുന്നതും കോടതിയിൽ അനുഗമിക്കുന്നതും എല്ലാത്തര കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഈ കൊലയാളികൾക്കുൾപ്പെടെ 7 കൊലയാളികൾക്കുൾപ്പെടെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇപ്പോഴും CPM ആണ്. ഇപ്പം ഗൂഢാലോചനയിലെ ആളുകളിലേക്ക് എത്തിയില്ല. ഇപ്പോൾ അവർ ചെയ്യുന്നത്
ഈ കൊലയാളികളെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ള ഗൂഢാലോചന ഇപ്പോഴും അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഈ കോടതി വിധിയൊന്നും ഇവർക്ക് പാഠമാകുമോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഇപ്പോഴും ഉത്തരമില്ല. അങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ശക്തമായ നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള കൊല നടത്തുന്ന അല്ലെങ്കിൽ എതിരഭിപ്രായം പറയുന്ന ആളുകൾ അവരെ ഇല്ലാതാക്കാനുള്ള നേതൃത്വത്തിൻ്റെ ശ്രമങ്ങൾ അത് അവസാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു മാതൃകാപരമായിരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. അഭിലാഷ്, തീർച്ചയായും. ഒപ്പം ശ്രീമതി രമ, ഇന്നിപ്പോൾ മളിമഠ് കമ്മിറ്റിയെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറയുന്ന കാര്യം, ശിക്ഷ എന്നുള്ളത് ഒരു ഡിറ്ററൻ്റ് ആവണം, ഒരു താക്കീതാകണം, പക്ഷേ അത് ബ്രൂട്ടൽ ആവാൻ പാടില്ല, മനുഷ്യത്വപരമാകണം. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ ഞങ്ങൾ കൈക്കൊള്ളുന്നു. അതേസമയം തന്നെ ഈ ശിക്ഷ എന്നുള്ളത് ഫലപ്രദമല്ലാത്ത ഇന്നെഫക്റ്റീവായ ഒന്നായി മാറാനും പാടില്ല ഇതുപോലെ ഒരു കുറ്റകൃത്യത്തിൽ എന്ന് കോടതി പറയുന്നുണ്ട്. വധശിക്ഷ എന്നുള്ളതായിരുന്നു ആവശ്യം. വധശിക്ഷ എന്ന ഒരു കടുത്ത നടപടിയിലേക്ക് കോടതി പോകാതിരുന്നതിൽ നിരാശയുണ്ടോ? ഇല്ല, നിരാശയില്ല അഭിലാഷ്, ഒട്ടും നിരാശയില്ല. കാരണം ഞാനും വധശിക്ഷ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും ഇല്ലാതാക്കരുത് എന്ന ഇതുള്ള ആളാണ് ഞാൻ. പക്ഷേങ്കിൽ ഏറ്റവും അവസാനത്തെ കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ശിക്ഷ ഇവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. അത്തരം കൊലയാളികളാണ് ഇവർ മുഴുവൻ. ഈ കൊലയാളികൾ മാത്രമല്ല, ഇതിന് കൊലയാളികൾക്കാരുടെ അപ്പുറത്തേക്ക് ഞാൻ കാണുന്നതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളാണ്. അവർ പാർട്ടിയുടെ നേതാക്കന്മാർ. അവരുടെ തീരുമാനപ്രകാരമാണല്ലോ ഈ കൊല മറ്റവർ ഏറ്റെടുക്കുന്നത്. അവർ വെറും ടൂളുകൾ മാത്രമാണ്. അപ്പോൾ അവരാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ. അവർക്കുള്ള ശിക്ഷ ആണ് എന്നതാണ് ഇതൊരു ഇത് മറ്റൊന്നും ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ശിക്ഷ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശിക്ഷയിൽ നിരാശയൊന്നുമില്ല. കാരണം ഞാനതാണ് ഇപ്പോഴും പറയുന്നത്, ഇതൊരു മാതൃകാപരമായിട്ട് ഇതിനി ആവർത്തിക്കാതിരിക്കാനായിരിക്കണം ഇതൊക്കെ ഉണ്ടാവേണ്ടത്. നമ്മളിപ്പോഴും പറയുന്നതാണ്, ഒരു മനുഷ്യരും ചന്ദ്രശേഖരൻ്റെ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. അവരിന്നലെ കോടതിയിൽ വാദിച്ചത് മുഴുവൻ ഞങ്ങൾക്ക് ഭാര്യയുണ്ട്, ഞങ്ങൾക്ക് മക്കളുണ്ട്, ഞങ്ങൾക്ക് അമ്മയുണ്ട് എന്നൊക്കെയാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം പാലിയേറ്റീവ് പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിച്ച ആളൊക്കെ ഉണ്ട്. കൊല നടത്തിയ ആൾ നാളെ പോയിട്ട് പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നു, വൃദ്ധന്മാരെ സംരക്ഷിക്കുന്നു. ഒരു വൃദ്ധ മാതാവിനെ സംരക്ഷിക്കാൻ സ്വന്തം മകന് അവകാശം കൊടുക്കാത്ത ആളാണ് വൃദ്ധന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി പാലിയേറ്റീവ് പ്രവർത്തനം എന്നൊക്കെ വലിയ വാദങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഈ കൊലയാളികളൊക്കെ അത്തരത്തിലുള്ള ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കോടതിക്ക് ശിക്ഷ ഒഴിവാക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ മാത്രമല്ല, അതാണ് ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നത്. ഇതിനകത്ത് ലാർജർ കോൺസ്പിറസി, വിചാരണ കോടതിയായാലും ഇപ്പോഴത്തെ ഹൈക്കോടതി വിധിയിലായാലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ലാർജർ കോൺസ്പിറസി രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഈ കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാർജർ കോൺസ്പിറസി ഉണ്ട്. അവിടേക്ക് അന്വേഷണം എത്തണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം അവിടേക്ക് ഇപ്പം എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ വിധിയിൽ പൂർണ്ണമായിട്ടും ആവില്ല നമ്മൾ ഇതുകൊണ്ട്. കാരണം ഇതിൻ്റെ ലാർജർ കോൺസ്പിറസിയിലേക്ക് കൂടി ഇത് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നതാണ്. അവിടെ കൂടി എത്തിയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. നേതാക്കന്മാർക്കൊക്കെ കണ്ണു തുറക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോഴും നേതാക്കന്മാർ ന്യായീകരിക്കുകയാണല്ലോ. ഇത്തരം CPM-ലെ ആളുകളെ മുഴുവൻ കോടതി ശിക്ഷിച്ചിട്ടും അവരെന്താ പറയുന്നത്, ഇതൊക്കെ കള്ളക്കേസിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് CPM-ന് അനുകൂലമായിട്ട് വിധിയൊക്കെ വരുമ്പോൾ അത് കോടതി ശിക്ഷിച്ചാലും അത് അവിടെയൊന്നും കള്ളക്കേസുകളോ കള്ളമൊഴികളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ CPM-നെതിരായിട്ട് ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് കള്ളസാക്ഷികളാണ്, മനഃപൂർവ്വം കുടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളുമായിട്ട് CPM-മാർ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇവർ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളത് ആണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അഭിലാഷ്. അതുകൊണ്ട് അവരുടെ കണ്ണു തുറക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവരിപ്പോഴും ന്യായീകരിക്കുകയാണ്. അവരെന്തിനു ചെയ്ത്, ഇപ്പോഴെങ്കിലും പൊതുസമൂഹത്തോട് ഞങ്ങൾ ചെയ്തത് തെറ്റായി എന്ന് പറയാനുള്ള ആർജവം, ഇത്രയും CPM നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് ചെയ്തു, അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയാനുള്ള ആർജവമെങ്കിലും ഇനിയെങ്കിലും കാണിക്കുകയാണ് CPM നേതാക്കന്മാർ ചെയ്യേണ്ടത്.